എത്ര പ്രാവശ്യം നമ്മൾ വീണു അല്ലേ? എത്ര പ്രാവശ്യം നമ്മുടെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങളുണ്ടായി, നമ്മുടെ ഓരോ ജീവിത ശൈലികളിൽ ദൈവഹിതമില്ലാത്ത, ദൈവത്തിന് നിരക്കാത്ത ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ? നമ്മളൊരു ബുക്കും പേപ്പറൊക്കെ വെച്ച് എഴുതിയിരുന്നെങ്കിൽ സ്തോത്രം, നമ്മൾ എന്ത് ചെയ്താനേ ഒത്തിരി വലിയ പുസ്തകങ്ങളൊക്കെ മേടിക്കേണ്ട വന്നാനേ. ഒരുപാട് വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു. പ്രാർത്ഥന വേണ്ട രീതിയിൽ ചെയ്യാതെ, വേദപുസ്തകം കൃത്യമായിട്ട് വായിപ്പാൻ കഴിയാതെ, ദൈവത്തെ മുഖം അന്വേഷിപ്പാൻ കഴിയാതെ, പലപ്പോഴും ദൈവത്തിൽ പിറുപുറത്ത്, അങ്ങനെ വലിയൊരു ലീസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ നമുക്കൊരു കാര്യം പറയാൻ പറ്റും, യഹോവ താങ്ങിയതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നത്. എത്ര പേർക്ക് പറയാൻ പറ്റും? ദൈവം ഞങ്ങളെ താങ്ങി, മനുഷ്യനല്ല. അല്ലെങ്കിൽ ഞങ്ങൾ വീണപ്പോഴൊക്കെയും മനുഷ്യൻ ഞങ്ങളുടെ തലയുമേൽ കൂടെ ഓടി കേട്ടോ. ഞങ്ങൾ വീണപ്പോൾ മനുഷ്യൻ പരിഹസിച്ചു, ഞങ്ങൾ വീണപ്പോൾ അവർ ഞങ്ങളെ നിന്ദിച്ചു. എല്ലേലും ഇവൻ്റെ ആ സ്വഭാവം ഇങ്ങനെയാ, അല്ലെങ്കിൽ ഇവൻ ഈ വെള്ള ഉടുപ്പും ധരിച്ചു കൊടുക്കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ലെന്ന് പറഞ്ഞ് നമ്മെ മുദ്ര കുത്തിയപ്പോൾ മറുവശത്ത് നമ്മെ താങ്ങുവാനൊരു ദൈവം ഉണ്ടായിരുന്നത് കൊണ്ട്